ഭാരതവുമായി മികച്ച സഹകരണത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിജയങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കണം. അതിർത്തിയിലെ സൈനിക പിന്മാറ്റം ബുദ്ധിപരമായ നീക്കം. ഗ്ലോബൽ സൗത്തിലെ പ്രധാന രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും വാങ് യി. China-India relations have made positive strides over the past year. The successful meeting between President Xi Jinping and Prime Minister Narendra Modi in Kazan last October provided strategic guidance for the improvement and development of the bilateral ties. Both sides have earnestly followed through on the important common understandings of our leaders, strengthened exchanges and practical cooperation at all levels, and achieved a series of positive outcomes. China and India are each other's largest neighbors. China always believes that the two should be partners that contribute to each other's success. A cooperative pas de deux of the dragon and the elephant is the only right choice for both sides. As the two largest developing countries, China and India have a shared task to accelerate our country's development and revitalization. There is every reason for us to support each other rather than undercut each other, work with each other rather than guard against each other. This is the path that truly serves the fundamental interests of the two countries and peoples. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ചൈന നയം മാറ്റുകയാണോ? ഭാരതവുമായി മികച്ച സഹകരണത്തിനാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിജയങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കണം. അതിർത്തിയിലെ സൈനിക പിന്മാറ്റം ബുദ്ധിപരമായ നീക്കമാണ്. ഗ്ലോബൽ സൗത്തിലെ പ്രധാന രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് വാങ് യി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പരാമർശത്തിലേക്ക് വാങ് യി കടന്നത്? അനിൽ, തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അതിർത്തിയിലെ സൈനിക പിന്മാറ്റം. ഈ അടുത്ത കാലത്തുണ്ടായ അതിർത്തിയിലെ സൈനിക പിന്മാറ്റം ഏറ്റവും മികച്ച ബന്ധം അല്ലെങ്കിൽ ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു മികച്ച കാരണമായി മാറുകയും ചെയ്തു. ഈ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിനിധിതല ചർച്ചകളും അനുബന്ധ ചർച്ചകളും എല്ലാം നടക്കുകയും ഘട്ടം ഘട്ടമായി പൂർണ്ണമായും പിന്മാറുകയും ചെയ്ത് ഇപ്പോൾ അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിന് സാധ്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചു. ഈ പ്രശ്നം തന്നെയായിരുന്നു ഒരു പ്രധാന തർക്ക വിഷയമായി ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിന്നിരുന്നത്. ആശയപരമായ തർക്കങ്ങൾ എന്നതിനപ്പുറം അതിർത്തിപരമായ തർക്കങ്ങളും അതിർത്തിയിലെ പല കയ്യേറ്റങ്ങളും കൈയടക്കലുകളും ഗാൽവൻ താഴ്വരയിലെ അത്തരത്തിലുള്ള അധിനിവേശങ്ങളും എല്ലാമായിരുന്നു ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഏറെക്കുറെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാൻ സാധിച്ചൊരു സാഹചര്യം കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മികച്ച ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകണമെന്ന നിലപാടിലേക്ക് വളരെ കൃത്യമായി ചൈന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് വാങ് യി ഇക്കാര്യം പറയുമ്പോൾ പല അനുകൂല ഘടകങ്ങളും ഇതിന് പിന്നാലെ ഉറപ്പായി വരുന്നുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഇരു രാജ്യങ്ങളുടെയും സമഗ്ര പുരോഗതിക്ക് രണ്ട് രാജ്യങ്ങളും ഒരേ സമയം പുരോഗമിക്കേണ്ടതിന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന രാജ്യങ്ങൾ, ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ, അത്തരത്തിൽ അനുകൂല ഘടകങ്ങൾ നിരവധിയുണ്ട്. ആ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ളൊരു സാധ്യത തുറക്കണം. രണ്ട് രാജ്യങ്ങളുടെയും വിജയത്തിനായി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഗ്ലോബൽ സൗത്തിലെ പ്രധാന രാഷ്ട്രങ്ങൾ, അതായത് ഗ്ലോബൽ സൗത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും നിലനിർത്തുന്നതിനും ഗ്ലോബൽ സൗത്ത് സുരക്ഷിതമായി നിലനിർത്തുന്നതിനും അവരുടെ അവകാശ സംരക്ഷണത്തിനും കാര്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നൊരു നിലപാടും അദ്ദേഹം പറയുന്നുണ്ട്. അതിനും നേതൃത്വം വഹിക്കണമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് വരാനിരിക്കുന്ന ലോകക്രമത്തിൽ ഗ്ലോബൽ സൗത്ത് അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ വളരെ സുപ്രധാനമായ ഒരു ഘടകമായി അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു ക്ലബ്ബായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ ഒരു അന്താരാഷ്ട്ര നിലപാടിലേക്ക് ചൈന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് കൃത്യമായി സംവദിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റു രംഗങ്ങൾ നിരവധിയായ രംഗങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ് വ്യാവസായിക രംഗം, ഷിപ്പിംഗ് രംഗത്തിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം ചൈനയ്ക്ക് നേടാൻ സാധിച്ച ഒരു സാഹചര്യമുള്ള ഒരു മേഖല കൂടിയാണ്. അതേസമയം ചൈന നേരിടുന്ന മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ ചൈന നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതേ ഷിപ്പിങ്ങിൻ്റെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ചൈനീസ് ഷിപ്പുകൾക്ക് കൂടുതൽ നികുതിക്ക് സമാനമായ തുക ചുമത്തുന്നതിനുള്ള നീക്കമെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും സൂയസ് കനാലിലെ വിഷയങ്ങളെല്ലാം തന്നെ കുറേ കൂടി ഐസൊലേറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ചൈന ഒറ്റപ്പെടുന്നൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു സൂചനയും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലമെല്ലാം ചേർന്നതോടുകൂടിയാണ് ചൈന ഭാരതവുമായി മികച്ച സഹകരണത്തിനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം അതിർത്തിയിലെ ഈ പരസ്പര ധാരണ അതുപോലെ തന്നെ അതിർത്തിയിലെ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും സൈന്യത്തെ പിന്മാറാനുള്ള
സൈന്യത്തിന് പിന്മാറാനുള്ള നിർദ്ദേശം ഇരു രാജ്യങ്ങളും നൽകുകയും ചെയ്തതോടെ ആ ഒരു പ്രശ്നം പെട്ടിരിക്കുന്നു. ഇനി തുടർന്നുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരിക വിനിമയം, അതുപോലെ തന്നെ ജനങ്ങൾ തമ്മിലുള്ള വിനിമയം, ഇതെല്ലാം തന്നെ സാധ്യമാക്കുക. ഒരേ മേഖലയിൽ, അതായത് ഭൂമിയുടെ ഒരേ മേഖലയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ സഹകരിച്ച് പോകുന്നത് ഏറെ പ്രയോജനകരമാണ് എന്ന തിരിച്ചറിവ് കൂടി ചൈനയ്ക്ക് ഇക്കാര്യത്തിലുണ്ട് എന്നത് നേരത്തെ തന്നെ പലയിടങ്ങളിലും വ്യക്തമായതാണ്. എങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, അതിർത്തിയിൽ എന്നും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യങ്ങളെ കുത്തിത്തിരിക്കുന്നതിലും ചൈന ഇന്നും മുൻപന്തിയിലായിരുന്നു. സ്വാഭാവികമായും, അതായത് സഹവർത്തിത്വം, സഹകരണം, ഈ രണ്ട് നിർദ്ദേശങ്ങളാണല്ലോ ചൈനീസ് വിദേശകാര്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ ഭാരതം ഇരുകൈയും നീട്ടി ഈ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യില്ലേ? തീർച്ചയായും സഹകരിക്കാനുള്ള നിർദ്ദേശത്തെ ഭാരതം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നിർണായകമായ, അല്ലെങ്കിൽ ഈ ചർച്ചകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ ഘടകം അതിർത്തിയിലെ സേനാ പിന്മാറ്റം തന്നെയായിരുന്നു. അക്കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലെത്താൻ സാധിച്ചു. വീണ്ടും സൈനിക പിന്മാറ്റവും അനുബന്ധമായ, അതായത് പ്രതിനിധിതല ചർച്ചകളും, കൃത്യമായ പ്രതിനിധിതല ചർച്ചകൾ നടത്തുക, സുരക്ഷയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക. അത്തരത്തിൽ ഇന്ത്യ ചൈന അതിർത്തി നേരത്തെ വലിയ സൈനിക സന്നാഹങ്ങളുടെ ഒരു മേഖലയായിരുന്നുവെങ്കിൽ ഇന്ന് കേവലം ഒരു വര, അല്ലെങ്കിൽ കേവലം ഒരു അതിർത്തി മാർക്ക് ചെയ്യുന്ന ഒരു രേഖ മാത്രമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പരസ്പരം ആ രേഖയിൽ പെട്രോളിംഗ് മാത്രം നടത്തുക. രണ്ട് രാഷ്ട്രങ്ങളും അവരവരുടെ അതിർത്തിയിൽ ആയുധങ്ങളില്ലാതെ അത്യാവശ്യം വേണ്ട സംവിധാനങ്ങൾ, അതായത് വെളിച്ചത്തിനുള്ള ടോർച്ചും അത്തരത്തിലുള്ള സൗകര്യങ്ങളുമായി സാധാരണ രീതിയിലുള്ള ഒരു പെട്രോളിംഗ് മാത്രം ആ മേഖലയിൽ നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു, അല്ലെങ്കിൽ ചൈനയ്ക്കും സഹകരിക്കാൻ സാധിക്കുന്നു എന്നത് വന്നത് തന്നെ തീർച്ചയായും രണ്ട് കൈയും നീട്ടി ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനെ ഭാരതം തയ്യാറാണ് എന്ന നിലപാടിന് തെളിവാണ്. അത്തരത്തിൽ എല്ലാ രംഗങ്ങളിലും, ട്രേഡ് രംഗങ്ങളിലായാലും അതുപോലെ അനുബന്ധ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലായാലും വലിയ രീതിയിൽ പിന്തുണയ്ക്കാനും സഹകരിക്കാനുമുള്ള ഒരു നീക്കം നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് തുറന്നു കിട്ടുന്നത്. ഇലക്ട്രോണിക് രംഗമാകട്ടെ, അതുപോലെ തന്നെ IT രംഗം, അത്തരത്തിലുള്ള ഏത് രംഗത്തായാലും ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള സന്നദ്ധത ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രകടിപ്പിക്കുമ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള വലിയ സാധ്യതകൾ തുറക്കുന്നതെന്നത് യാഥാർത്ഥ്യമാണ്. ഭാരതം തീർച്ചയായും അനുകൂല നിലപാട് അതിനെ സ്വീകരിക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളുണ്ട്, അതായത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുക, അത്തരത്തിലുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമാർന്ന നിലപാടിലേക്ക്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ അതിർത്തിയിൽ കടന്നു കയറി ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു വ്യാഖ്യാനമാണ് അതിന് വരുന്നത്. ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരതയെ നിയന്ത്രിക്കുന്നതിനെ പാകിസ്ഥാനെ കർശനമായി നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുക കൂടി ചൈന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഭാരതവും ചൈനയുമായുള്ള ഒരു ബന്ധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ചൈന അത് എത്ര കണ്ട് ആത്മാർത്ഥമായി അതിനെ സമീപിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. യെസ്, എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ വാക്കുകളിൽ? ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഭാരതവുമായി മികച്ച സഹകരണത്തിനാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിജയങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കണം. ഗ്ലോബൽ സൗത്തിലെ പ്രധാന രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്നും വാങ് യി നിർദ്ദേശിച്ചിരിക്കുന്നു.